നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇതൊരു ചെറിയൊരു കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആണ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ. ആ 20 കറണ്ട് അഫയേഴ്സിൽ 2024 PS ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2024 സംഭവങ്ങളും ചോദ്യങ്ങളും PVQ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇനിയും ഈ അടുത്ത് വരുന്ന പരീക്ഷകളിൽ ഇതേ ചോദ്യം 2024 അതേ ചോദ്യങ്ങൾ PS ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇത് ഈയിടെ അടുത്ത് നടന്നൊരു PS ചോദിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? അത് ഭുവനേശ്വർ. എവിടെയാണ് കൂട്ടുകാരെ? ഭുവനേശ്വറിലാണല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM. എന്ത് ATM ആണെടാ? അരി ATM ആരംഭിച്ചത് എവിടെയാണ്? ഭുവനേശ്വർ. എവിടെയാണ്? ഭുവനേശ്വർ. ഓക്കെ അല്ലേ? എങ്കിൽ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ മറ്റൊരു ചോദ്യമാണ്. 2024 ഓഗസ്റ്റിൽ 75-ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് എത്ര രൂപ നോട്ടാണ്? എത്ര രൂപ കറൻസി നോട്ടാണ് 2024 ഓഗസ്റ്റിൽ 75-ാം വാർഷികം ആചരിച്ചത്? അതുണ്ടാക്കിയതിൻ്റെ 75-ാം വാർഷികം ആചരിച്ചത് 1 രൂപ നോട്ട്. ഏതാണ്? 1 രൂപ നോട്ട്. അപ്പം ആ 1 രൂപ നോട്ട് പുറത്തിറങ്ങിയിട്ട് 2024 ഓഗസ്റ്റിൽ 75 വർഷമായി. എത്ര വർഷമായി? 75 വർഷം. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത് നടന്ന മറ്റൊരു പരീക്ഷ ചോദിച്ചാണ്. 2024 ഓഗസ്റ്റ് 16 EOS 08 വിക്ഷേപിക്കാൻ ISR ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? അത് SSLV D3. ഏതാണ്? SSLV D3. 2024 ഓഗസ്റ്റ് 16 EOS 08 വിക്ഷേപിക്കാൻ ISR ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? അത് SSLV D3 ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 2000 ഇതും ചോദിച്ചു കേട്ടോ. ഇതും ചോദിച്ചു, ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. PYQ ആണ് കേട്ടോ. PYQ എന്താണ്? 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതെന്നറിയോ? അത് ആട്ടമാണ്. ഏതാണ്? ആട്ടം. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? അത് ആട്ടം. ഏതാണ്? ആട്ടം. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. PS ചോദിച്ച ചോദ്യമാണ്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശമാണ് നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം. എന്താണ് 2024 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം? എന്താണ്? നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം. നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം. നെക്സ്റ്റ്, സ്ത്രീകളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതെന്നറിയോ? സ്ത്രീകളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ഹിമാചൽ പ്രദേശ്. വെരി ഇമ്പോർട്ടൻ്റ്. എന്താണ്? ഹിമാചൽ പ്രദേശ് ആണ്. സ്ത്രീകളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് ഹിമാചൽ പ്രദേശ് ആണ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. എങ്കിൽ പോലീസ് സേനയിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ ആണ് കേട്ടോ. പോലീസ് സേനയിലെ സ്ത്രീ സംവരണം 33% ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ. അപ്പോൾ സ്ത്രീകളുടെ വിവാഹപ്രായം 21 ഉയർത്തുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ഹിമാചൽ പ്രദേശും പോലീസ് സേനയിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാനുമാണ്. ഓക്കെ അല്ലേ? ഇനി ഗാർഹിക ജോലികളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി കുക്കീസ് എന്നാൽ കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ്. ഇതാണ് കോഴിക്കോട്. ഗാർഹിക ജോലികളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? അത് കോഴിക്കോട്. ഏത് ജില്ലയാണ്? കോഴിക്കോട്. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി EC ലോട്ടറി എന്നാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി ഏതാണ്? EC ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് മേഘാലയ. ഇതാണ് മേഘാലയ. ഇന്ത്യയിലെ ആദ്യത്തെ
സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി ഈസി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? മേഘാലയ. ഏതാണ് കൂട്ടുകാരെ? മേഘാലയാണ് കേട്ടോ. ഇനി അഗ്നിവീറുകൾക്ക് ചില സർക്കാർ ജോലികളിൽ 10% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നറിയോ? അത് ഹരിയാന. എത്ര ശതമാനമാണ് സംവരണം ഏർപ്പെടുത്തിയത്? 10%. അഗ്നിവീറുകൾക്ക് ചില സർക്കാർ ജോലികളിൽ 10% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് ഹരിയാനയാണ്. ഏതാണ്? ഹരിയാന. ഏതാണ്? ഹരിയാന. ഓക്കെ അല്ലേ? ഇനി ഈ വൈസ് ചാൻസലർമാരുടെ പേര് കുലഗുരു എന്നാക്കിയ സംസ്ഥാനം എന്തെന്നറിയോ? അത് മധ്യപ്രദേശാണ്. ഏതാണ്? മധ്യപ്രദേശ്. വൈസ് ചാൻസലർമാരുടെ പേര് കുലഗുരു എന്നാക്കിയ സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ഏതാണ് കൂട്ടുകാരെ? മധ്യപ്രദേശ്. ഓക്കെ. എങ്കിൽ വായു മലിനീകരണ സൂചിക പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരമായി തിരഞ്ഞെടുത്തത് പാകിസ്ഥാനിലെ ലാഹോറാണ്. ഇതാണ് പാകിസ്ഥാനിലെ ലാഹോർ. വായു മലിനീകരണ സൂചിക പ്രകാരം ലോകത്ത് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള നഗരമായി തിരഞ്ഞെടുത്തത് പാകിസ്ഥാനിലെ ലാഹോറാണ്. എവിടെയാണ്? പാകിസ്ഥാനിൽ ലാഹോർ. ഓക്കെ അല്ലേ? ഇനി അടുത്തിടെ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്താണ് കേട്ടോ. ഏതാണ്? ഈജിപ്ത്. അടുത്തിടെ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഈജിപ്താണ്. എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ഏതാണ്? അത് കണ്ണൂരാണ്. എവിടെയാണ്? കണ്ണൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ, ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ഏതാണ്? കണ്ണൂരാണ്. എവിടെയാണ് കൂട്ടുകാരെ? കണ്ണൂർ. ഓക്കെ. എങ്കിൽ 2024 ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ജെമിനി. ഇതും ചോദിച്ചിട്ടോ, ഈ അടുത്ത പരീക്ഷയിൽ ചോദിച്ചതാണ്. 2024 ജൂണിൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് എന്ത്? ജെമിനി. എന്നാണ് ജെമിനി. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ എന്താക്കുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ലൈക്കും ഒക്കെയാണ് കൂടുതൽ വീഡിയോസുകൾ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സി യു.